മെഴുകുതിരിവട്ടത്തിൽ സെമീറ സുന്ദരിയായിരുന്നു. വിഘ്നേഷ് അവളുടെ നീലക്കണ്ണുകൾ തന്നെ നോക്കിയിരുന്നു. എത്ര നേരായി സമി, ആ ഫോണൊന്ന് മാറ്റി വെച്ചൂടെ? അക്ഷമനായി വിഘ്നേഷ് ഒടുവിൽ ചോദിച്ചു. അവൾ മുഖമുയർത്താതെ കൺപീലികൾക്കിടയിലൂടെ അയാളെ നോക്കി ചിരിച്ചു. മാഷിലെ എപ്പോഴും പറയുന്നു ആരെയും നിരാശനാകാൻ പാടില്ലെന്ന്. ഒരൊറ്റ റിപ്ലൈ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ തൊഴിൽ ഇന്നത്തേക്ക്. സെമീറ പിന്നെ ഈ കുനിഞ്ഞ് ഫോണിൽ തൊട്ടുകൊണ്ടേയിരുന്നു. വിഘ്നേഷ് മുന്നിൽ നിന്ന് ഒരു ബിയർ കൂടി പൊട്ടിച്ച് മേലെ ഗ്ലാസ്സിലേക്ക് പകർത്തി. സെമി, നിനക്ക് വേണോ ഇനി? സെമീറ ചോദ്യം പോലും കേട്ടില്ലെന്ന് തോന്നി. സെമി, തെല്ലുറക്കിയാൾ വിളിച്ചു. കഴിഞ്ഞു മാഷേ എന്ന് പറഞ്ഞാൽ ഫോൺ മേശമേൽ മാറ്റിവെച്ചു. നിനക്ക് വേണോ? അയാൾ ബിയർ കുപ്പി ഉയർത്തി ചോദിച്ചു. ചിരിയോട് അവൾ വേണ്ട തലയിളക്കി. ആട്ടെ, ഇന്നെന്താ പരിപാടി സെമി? ഒരു സിപ്പകത്താക്കി ചുണ്ടൊന്ന് നാവ് കൊണ്ട് തൊട്ടിട്ട് അയാൾ ചോദിച്ചു. ഇപ്പം കള്ളുടി, അത് കഴിഞ്ഞു. അത് മാഷ് പറഞ്ഞാൽ മതി. ഫോണിൽ തുടരെ വരുന്ന മെസ്സേജ് അലർട്ട് ശബ്ദം സെമീറയെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. ഇനി മാക്സിമം 1 മണിക്കൂർ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. വിഘ്നേഷ് സെമീറയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അപ്പം ഈ രാത്രി വിശ്വ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? സെമീറയുടെ ശബ്ദം വല്ലാണ്ട് ആർദ്രമായി. ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ സെമി. അങ്ങനെ പറയുമ്പോഴും അയാൾക്ക് അവളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ശരി ശരി. സെമീറ മുന്നിൽ നിന്ന പാതിയൊഴിഞ്ഞ ബിയർ കുപ്പിയെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. എത്ര നാളുകൾക്ക് ശേഷമാണ് ആ വിളി വന്നത്. വിച്ചു, വിച്ചു, എനിക്കിന്ന് ബി സി പോകണം. എനിക്ക് സാലറി കിട്ടി. എന്താ ഇന്ന് വേണ്ടത് എനിക്ക് വിച്ചു? നല്ല തലവേദന. ഞാൻ നല്ലൊരു ചെരുപ്പ് വാങ്ങി വിച്ചു. എല്ലാറ്റിനും വിച്ചു വേണമായിരുന്നു. വാശികളും പരിഭവങ്ങളും ദേഷ്യവും അതിലേറെ സന്തോഷവും പകർന്നു തന്ന 4-5 വർഷങ്ങൾ. വിളിക്കാതിരുന്നാൽ, വിളിച്ചിട്ട് കിട്ടാതിരുന്നാൽ, മെസ്സേജ് താമസിച്ചാൽ അങ്ങനെ പരിഭവ പെരുമഴ തീർക്കുമായിരുന്നു. പിന്നീട് അകന്നകന്ന് പോയി. വീടും സമൂഹത്തെയും പേടിച്ച് താനാണ് മാറിയത്. ഒടുവിൽ അവസാനമായി മുന്നിൽ നിന്ന് കണ്ണീരോടെ തൻ്റെ ചൂണ്ടുവിരൽ തെരുപ്പിടിച്ച് കണ്ണീരൊഴുകിയപ്പോൾ പറഞ്ഞത് ഇന്നും ഓർക്കുന്നുണ്ട്. വിച്ചു, എന്നെ വിവാഹം കഴിക്കണ്ട. എനിക്കൊരു ജോലിയില്ലേ. ഞാൻ ആരെയും ആശ്രയിക്കാൻ കഴിഞ്ഞോളാം. മാസത്തിലൊരു ദിവസം വന്ന് എന്നെ ഒന്ന് കണ്ടാൽ മതി. മറക്കാൻ മാത്രം പറയല്ലേ വിച്ചു. അന്നൊരു ദയമില്ലാണ്ട് സെമിയുടെ മുഖത്തോയി പറഞ്ഞു. ഇല്ല, അത് പിന്നീട് പ്രശ്നമാവും സെമി. നമ്മുടെ സമൂഹം വല്ലാത്തൊരു പുച്ഛങ്ങളെന്ന ചിരിയോടെ സെമി എന്ന് പറഞ്ഞ് ഇന്നും ഉള്ളു പൊള്ളിക്കുന്നുണ്ട്. അതെ, പ്രണയിക്കുന്നവരിൽ ഒരാളെന്നും ബുദ്ധിയില്ലാത്തയാളായിരിക്കും അല്ലേ മാഷേ? ഇവിടെ ഞാനായി. സാരല്ല, ഹാപ്പി ആയിട്ടിരിക്കണം. 6-7 വർഷം സെമിയെ കാണാതെ, ഒന്നും അറിയാതെ, തൻ്റെ മെസ്സേജും വിളിയുമില്ലാതെ എങ്ങനെ സെമി ഉറങ്ങും? എങ്ങനെ സെമി ഉണരും? പക്ഷേ ശല്യമായില്ല ഒരിക്കലും. എവിടെ പോയി വിളിച്ചെന്നെ സെമി നീ എന്ന് അലറിക്കറിഞ്ഞ് മനസ്സ് പിടഞ്ഞു. ഒരിക്കലും ഒത്തുപോകാത്ത വിവാഹ ജീവിതം ഉപേക്ഷിച്ച ശേഷം പിന്നെ സെമിയെ തിരഞ്ഞുള്ള യാത്രയായിരുന്നു. ഒടുവിൽ ഇരുമേശക്കപ്പുറം ഇന്ന് ഓർമ്മയിൽ നിന്ന് ഉണർന്നപ്പോൾ സെമീറ ഫോണിൽ തന്നെ. നമുക്ക് പോവാം മാഷേ. സെമീറ എണീറ്റു. നിനക്കെന്നോടൊന്നും ചോദിക്കാനില്ലേ? പറയാനുമില്ലേ? വിഘ്നേഷ് ചോദിച്ചു. ഇല്ല. സെമീറ എണീറ്റ് നടന്നു കഴിഞ്ഞു. സ്കൂട്ടി എടുത്ത് സെമീറ മുന്നിൽ വന്നപ്പോഴും വിഘ്നേഷ് എന്തൊക്കെയോ പറയാൻ വെമ്പി നിൽക്കുകയായിരുന്നു. സെമി, എനിക്ക് നിന്നോട്... അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ കൈ ഉയർത്തി തടഞ്ഞു. വിച്ചു, ഞാൻ നിങ്ങളുടെ പഴയ സെമീറയല്ല. ഇനിയൊരു മടക്കവും ആവില്ല. പക്ഷെ ഒന്നാഗ്രഹിക്കുന്നു. നമ്മൾ പണ്ടൊരു നാൾ നടന്നുപോയ ബീച്ചിൻ്റെ ആളൊഴിഞ്ഞെടുത്ത് ലോകത്തെ സർവ്വ പ്രണയം ചേർത്ത് കെട്ടിപ്പിടിച്ച് എൻ്റെ നെറുകയിലും ചുണ്ടത്തും മാറി ചുംബിച്ചപ്പോൾ വിളിച്ചൊരു വിളിയുണ്ട്. സമീർ, നീയിലാണ് എനിക്ക് വയ്യട എന്ന് പറഞ്ഞ് ആ സ്വരം, ആ സ്നേഹം, അങ്ങനെയൊന്ന് വിളിക്കൂ എന്നെ. സമീ, ഞാൻ... അയാളുടെ തൊണ്ട വരണ്ടു. പറ്റില്ല അല്ലേ? ഞാനിന്ന് സെമീറല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി സെമീറായ എന്നെ ഇങ്ങനെ വിളിക്കാനാവില്ലല്ലോ അല്ലേ? എനിക്കാണ് തെറ്റുപറ്റിയത് വിച്ച്. സെമീറയല്ല, സെമീറിനെയാണ് വിച്ച് സ്നേഹിച്ച്. പക്ഷേ ഞാനതറിഞ്ഞപ്പോഴേക്കും... വരണ്ട ചിരിയോടെ സെമീർ അത് പറഞ്ഞിട്ട് മെല്ലെ മുന്നോട്ട് നടന്നു. മഹാനഗരത്തിൻ്റെ തിരക്കിലേക്ക് മെല്ലെ അവൾ അലിഞ്ഞു ചേർന്നപ്പോൾ വിഘ്നേഷിൻ്റെ ഹൃദയം ആർത്തലച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. സെമീർ, നീയില്ലാണ്ട് എനിക്ക് വയ്യടാ എന്ന്.